രഘുവിന് നിന്നോട് എന്തോ സംസാരിക്കണമെന്ന് പറഞ്ഞു. അതാ ഞാൻ നിന്നെയും കൂട്ടി ഇവിടേക്ക് വന്നത്. അത് വേണ്ടായിരുന്നു. അത് സാരമില്ല, പറയാനുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു തീർക്കട്ടെ. അതോടെ എല്ലാം കഴിയുമല്ലോ. നീ വാ. ഇത്രയും വൈകിയപ്പോ ഞാൻ കരുതി നിങ്ങൾ വരില്ലാന്ന്. ഇറങ്ങാൻ കുറച്ച് വൈകി. അല്ല, മീമോളെവിടെ? മോള് വീട്ടിലുണ്ട്. അവളെ കൊണ്ടുവന്നില്ല. പിന്നെ ഞാൻ ജോലിക്ക് പോകാൻ വേണ്ടി ഇറങ്ങിയതാ. ഇവിടെ വന്ന് രഘുവേട്ടനെ കാണുന്ന കാര്യം മാഡം പറഞ്ഞില്ല. ഇത് ഞാൻ മോൾക്ക് വേണ്ടി വാങ്ങിയതാ. ഇത് അവൾക്ക് കൊടുക്കണം. രഘുവിന് എന്താ സംസാരിക്കാനുള്ളതെന്ന് വെച്ചാ പറഞ്ഞോ, ഞാനങ്ങോട്ട് മാറി നിൽക്കാം. ഒന്നും വേണ്ട, മാഡം കൂടി കേൾക്കേണ്ട കാര്യം തന്നെ. എന്താ കാര്യം? ഇത് ആമി വാങ്ങണം. എന്താ ഇത്? 25 ലക്ഷം രൂപയുടെ ചെക്ക. നിനക്ക് മോൾക്കും ബുദ്ധിമുട്ടൊന്നും ഇല്ലാതെ ജീവിക്കാനുള്ള തുകയാ. ആമി ഇത് സ്വീകരിച്ച് സ്വന്തമായൊരിടം കണ്ടെത്തി നാട്ടിലേക്ക് പോണം. ഞങ്ങളെ ഇവിടുന്ന് പറഞ്ഞുവിടാൻ നോക്കുകയാണോ? ഒരിക്കലുമില്ല. നിങ്ങൾ ഈ നാട്ടിലുള്ളത് തന്നെ എനിക്ക് സന്തോഷം. പക്ഷേ നീ ഇവിടെ കിടന്നിങ്ങനെ കഷ്ടപ്പെടുന്ന കാണാൻ എനിക്ക് വയ്യ. ഞാൻ കഷ്ടപ്പെട്ടാലും ഇല്ലേലും രഘുവേട്ടൻ എന്താ? ആമി, തർക്കിക്കാനോ വഴക്കുണ്ടാക്കാനോ എനിക്ക് താല്പര്യമില്ല. നീ ഇത് വാങ്ങണം. വേണ്ട രഘുവേട്ട, എനിക്ക് ആരുടെയും പണമൊന്നും വേണ്ട. അങ്ങനെ പറയില്ല ആമി, ഇതിന്റെ ഒരു അപേക്ഷയാ. നീ ഇത് വാങ്ങണം. ഇല്ല, എത്ര നിർബന്ധിച്ചാലും ഞാൻ വാങ്ങില്ല. പിന്നെ ഞാൻ കഷ്ടപ്പെടുന്നത് കാണുന്നത് കൊണ്ട് രഘുവേട്ടന് സങ്കടം തോന്നേണ്ട കാര്യമില്ല. അങ്ങനെ വിഷമം തോന്നാൻ രഘുവേട്ടൻ എന്റെ ആരാ? നീ പറയുന്നത് ശരിയാ. ഞാൻ നിങ്ങളുടെ ആരുമല്ല, അത് സത്യമാ. എന്നാ നിങ്ങളുടെ കഷ്ടപ്പാടിന് ഞാൻ കൂടി ഒരു കാരണമാണെന്നുള്ള കുറ്റബോധം എന്നെ സ്വസ്ഥമായി ജീവിക്കാൻ അനുവദിക്കുന്നില്ല. എന്റെ കഷ്ടപ്പാടും ബുദ്ധിമുട്ടുകളും എല്ലാം എന്റെ വിധിയാ. അല്ലാതെ അതിന് മറ്റാരും ഉത്തരവാദിയല്ല. അങ്ങനെ ഒരു കുറ്റബോധവും വേണ്ട. രഘുവേട്ടൻ സംരക്ഷിക്കേണ്ടതും ആകുലപ്പെടേണ്ടതും രഘുവേട്ടന്റെ ഭാര്യയും കുഞ്ഞിന്റെയും കാര്യം ഓർത്തിട്ടാ. ഞാൻ പലതവണ പറഞ്ഞിട്ടുണ്ടല്ലോ, പിന്നെ എന്താ? അമ്മ, നീ എന്നൊന്ന് മനസ്സിലാക്ക് പ്ലീസ്. മാഡം മാഡമെങ്കിലൊന്ന് പറഞ്ഞു കൊടുക്ക്. രഘു പറയുന്നതിലും കാര്യമുണ്ട് മോളെ. ഈ തുക വാങ്ങിയ അത് നിനക്കും മോൾക്കും വലിയൊരു സഹായമാവും. നാട്ടിൽ പോയിട്ട് ചെറുതാണെങ്കിലും ഒരു വരുമാനമാർഗം ഉണ്ടാക്കാൻ അത് സഹായിക്കും. എല്ലാം അറിഞ്ഞു വെച്ചോണ്ട് മാഡം കൂടി ഇങ്ങനെ പറഞ്ഞാലോ? എല്ലാം അറിയാവുന്നോണ്ട് തന്നെയാ ഞാൻ ഈ പറയുന്നത്. ഈ പണം വാങ്ങിയ രഘുവിന് സമാധാനം കിട്ടുമെങ്കിൽ, അതുകൊണ്ട് ഈ പ്രശ്നങ്ങളൊക്കെ അവസാനിക്കുമെങ്കിൽ അത് വാങ്ങുന്നതല്ലേ നല്ലത്. ആമി പ്ലീസ്, എന്റെ സമാധാനത്തിന് വേണ്ടിയെങ്കിലും നീ ഇത് വാങ്ങണം. എന്റെ അപേക്ഷ. ശരി, ഞാൻ വാങ്ങാം. ഇനിയെങ്കിലും എനിക്ക് സമാധാനത്തോടെ കിടന്നുറങ്ങണം. രഘുവേട്ടന് വേണ്ടിയാ ഞാനിത് വാങ്ങിയത്. ഇനി സ്വന്തം കാര്യം നോക്കി സമാധാനത്തോടെ ജീവിക്കേ. നമുക്ക് പോവാം. എന്നാ ശരി രഘു, ഞങ്ങൾ പോവാം. ഇനി ഒരിക്കലും പരസ്പരം കാണാതിരിക്കാൻ ശ്രമിക്കാം. അങ്ങനെ കരുതണ്ട. എന്താവശ്യമുണ്ടെങ്കിലും എന്നെ വിളിക്കാം, ഞാനുണ്ടാവും. അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഞാൻ പോവാം. ശരി രഘു.